കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ഒരു കോൺഗ്രസ് അനുകൂല തരംഗം ആഞ്ഞടിച്ചു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യം വ്യക്തമാണ്. അങ്ങനെ പല മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പാലക്കാടിൽ അവിടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശ്രീകണ്ഠൻ 11,000 ചില്ലാനും വോട്ടുകൾക്കാണ് അവിടെ നിന്ന് ജയിച്ചു കയറിയത്. കോൺഗ്രസ്സിന് പാലക്കാട് മണ്ഡലത്തിൽ 2019 39% വോട്ടുകളാണ് ലഭിച്ചത്. ശക്തനായ എതിരാളിയായിരുന്നു ശ്രീകണ്ഠന് നേരിടാനുണ്ടായിരുന്നത്. എം പി രാജേഷ് അവിടെ നേരത്തെ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് കാര്യമായൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പക്ഷേ എന്തായാലും ആത്യന്തികമായി വി കെ ശ്രീകണ്ഠൻ ജയിച്ചു കയറി. ജയിക്കുമെന്നൊരു പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലൊന്നും വി കെ ശ്രീകണ്ഠൻ ഉണ്ടായിരുന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി എന്നാണ് പല ആളുകളും അവിടെ പറഞ്ഞു കേട്ടു. ഏതായാലും ഇത്തവണ വി കെ ശ്രീകണ്ഠൻ കുറേ കൂടി ശക്തനായി ആണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. താൻ ജയിക്കുമെന്നൊരു വലിയ ആത്മവിശ്വാസം വി കെ ശ്രീകണ്ഠനുണ്ട്. എ വിജയരാഘവൻ മുൻപ് പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ആളാണ്, തോറ്റിട്ടുള്ള ആളാണ്. ഏതായാലും പാലക്കാട് തനിക്ക് എ വിജയരാഘവനേക്കാൾ ഒരു മുൻതൂക്കം ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ശ്രീകണ്ഠൻ. അവിടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ നോക്കിയാൽ അവിടെ ഒരു 30% ന്യൂനപക്ഷ വോട്ടർമാരുള്ളൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ വലിയ ശക്തിയായി ഈ ന്യൂനപക്ഷ വോട്ടർമാർ വി കെ ശ്രീകണ്ഠനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പ്രത്യേകിച്ച് ഏറ്റവും പ്രകടമായത് ഈ മണ്ണാർക്കാട് മേഖലയിലാണ്. മണ്ണാർക്കാടും പട്ടാമ്പിയിലും നേടിയ ആ ഭൂരിപക്ഷം മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടായ ഒരു ചെറിയ തിരിച്ചടി, പ്രത്യേകിച്ച് ഈ ഒറ്റപ്പാലത്തോ പട്ടാമ്പിയിലോ ഒക്കെ ഉണ്ടായ തിരിച്ചടിയെ അതിജീവിക്കാൻ വി കെ ശ്രീകണ്ഠന് അതുവഴി കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിലെ ഒരു വോട്ടിംഗ് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ വിജയം നിർണ്ണയിച്ചത്. ഏതായാലും ഇത്തവണ എ വിജയരാഘവൻ വീണ്ടും എത്തുകയാണ്. വി കെ ശ്രീകണ്ഠൻ തനിക്ക് ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മികവായി എടുത്തു പറയുന്നത്. എ വിജയരാഘവനും അദ്ദേഹം കോൺഗ്രസ്സിലെ ഒരു സ്ഥാനാർത്ഥിയെ മുമ്പ് വി എസ് വിജയരാഘവനെ അവിടെ മലർത്തി അടിച്ചിട്ടുള്ള ആളാണ്. അന്ന് അപ്രതീക്ഷിതമായി വളരെ വി എസ് വിജയരാഘവൻ്റെ മണ്ഡലം എന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലത്താണ് എ വിജയരാഘവൻ വന്ന് വി എസ് വിജയരാഘവനെ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട എ വിജയരാഘവൻ പിന്നെ പാലക്കാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം പരീക്ഷിച്ചിട്ടില്ല. ഏതായാലും എൻ കൃഷ്ണദാസും എം പി രാജേഷുമൊക്കെ അവരുടെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള മണ്ഡലത്തിലാണ് വീണ്ടും എ വിജയരാഘവൻ ഒരു മത്സരാർത്ഥിയായി എത്തുകയും ചെയ്യുന്നു. ഇവിടെ മറ്റ് ചില മണ്ഡലങ്ങളിൽ എന്ന പോലെ ബി ജെ പി സ്ഥാനാർത്ഥിയും ആവശ്യത്തിന് കരുത്തനാണ്. ശ്രീ കൃഷ്ണകുമാർ അങ്ങനെ കേരളത്തിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെ ബി ജെ പിക്കാരെ പോലെ അങ്ങനെ അറിയപ്പെടുന്ന ആളല്ലെങ്കിലും പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം വളരെ ശക്തനാണ്. പ്രത്യേകിച്ച് നഗരത്തിൽ നഗരസഭയുടെ ഉപാധ്യക്ഷനൊക്കെയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി ഉള്ള ബന്ധങ്ങളുണ്ട്. മലമ്പുഴ എന്ന് പറയുന്ന ചുവപ്പ് കോട്ടയിൽ അദ്ദേഹം അവിടെ മത്സരിക്കുന്ന ഘട്ടത്തിൽ 2ാം സ്ഥാനത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിൽ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണല്ലോ MLA ഇലക്ഷനിൽ ബി ജെ പി 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ മലമ്പുഴയിൽ അത് കൊണ്ടുവരുവാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഈ ശ്രീധരൻ നല്ല പ്രകടനം കാഴ്ചവെച്ചൊരു അസംബ്ലി തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. അപ്പോൾ ഇത്തവണ ബി ജെ പിയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മണ്ഡലത്തിൽ അവിടെ വരുന്നത്. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പലരും ഇപ്പോൾ വലിയൊരു കൗതുകത്തോടെ ഉറ്റുനോക്കുന്നു. ബി ജെ പി 2ാം സ്ഥാനത്തേക്ക് വരുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി പാലക്കാട് മാറുമോ, അല്ലെങ്കിൽ 1-2 സ്ഥാനങ്ങളിലേക്ക് വരുന്നൊരു മണ്ഡലമായി മാറുമോ? കാരണം ബി ജെ പി 3ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ആ നിലയിൽ നിന്ന് ഒരു പടി മുകളിലേക്ക് കയറാൻ ബി ജെ പി കഴിയുമോ എന്ന് പല കേന്ദ്രങ്ങളും ഉറ്റുനോക്കുന്നുണ്ട്. അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഉണ്ട് താനും. അതേസമയം ഈ വി കെ ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ മണ്ഡലം ഒരിക്കലും കൈവിടില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ്. എ വിജയരാഘവനാകട്ടെ അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്നതിന് നിർണായക പങ്കുവഹിച്ചത് എ വിജയരാഘവനാണെന്നൊരു ആരോപണം ഉണ്ട്. കാരണം ആലത്തൂരിലെ വനിതാ സ്ഥാനാർത്ഥിയെ ഒന്ന് അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ചർച്ചാ വിഷയമായി. അങ്ങനെ
ആലത്തൂരിലേക്ക് കോഴിക്കോട് നിന്നെത്തിയ രമ്യ ഹരിദാസ് ആലത്തൂരിൻ്റെ പെങ്ങളുകുട്ടിയായി. കോൺഗ്രസ് നേതാക്കൾ അതൊക്കെ ഏറ്റെടുത്തു. അവരെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ വല്ലാതെ മോശമായി പോയി എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായ തരംഗം വന്നു. ഏതായാലും അത് പെങ്ങളുകുട്ടിക്ക് വലിയ ഗുണവുമായി. അങ്ങനെ എന്തെങ്കിലും ഇത്തവണ വിജയരാഘവൻ്റെ കയ്യിൽ നിന്ന് വീണ് കിട്ടുമോ എന്ന വലിയ പ്രതീക്ഷ വി കെ ശ്രീകണ്ഠനുണ്ട്. ഏതായാലും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം വിജയരാഘവൻ്റെ ഭാഗത്തും ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കാം. അങ്ങനെ ത്രികോണ മത്സരം ശക്തമായി മുറുകുന്ന പാലക്കാട്ടിൽ ജയം ആർക്കൊപ്പം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറേ കൂടി കരുത്തനാണ് വി കെ ശ്രീകണ്ഠൻ. ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വന്ന് മത്സരിക്കുമ്പോൾ ഒരു പരിചയക്കുറവുണ്ടായിരുന്നു. മാത്രമല്ല മണ്ഡലത്തിൽ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒക്കെ കോൺഗ്രസ് നേതാക്കൾ പലരും പല വഴിക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി അവരെയൊക്കെ ഒരു ഒറ്റ കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ശക്തമായൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് ഇത്തവണ കുറേ കൂടി കഴിയുന്നുണ്ട്. CPM-ൻ്റെ പിന്നെ അവർക്ക് കുറേ കൂടി ഒരു മെച്ചപ്പെട്ട സംഘടനാ സംവിധാനം പ്രവർത്തനമൊക്കെ എപ്പോഴും എല്ലാ കാലത്തും അവകാശപ്പെടാനുള്ളതുമാണ്. അപ്പോൾ ഇവിടെ പാലക്കാട്ടിൽ 1-ാം സ്ഥാനം ആർക്ക് കിട്ടുമെന്നതിനപ്പുറത്തേക്ക് ഞാൻ വളരെ കൗതുകത്തോട് നോക്കുന്നത് ഈ 2-ാം സ്ഥാനം ആർക്ക് വരും എന്നതാണ്. ഒരു പക്ഷേ ഈ നേർക്ക് ഏറ്റുമുട്ടുന്ന BJP നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ, അതായത് കോൺഗ്രസിനെയോ CPM-നെയോ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണ്. സമാനമായ രീതിയിൽ പാലക്കാടും ഉയർന്നു വരാനുള്ള സാഹചര്യം വലിയ തോതിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല ഈ പാലക്കാടിൻ്റെ ബഹുഭൂരിപക്ഷം വോട്ട് പാലക്കാട് വരുന്ന ന്യൂനപക്ഷങ്ങൾ അവരുടെ ബഹുഭൂരിപക്ഷം വോട്ട് ആർക്ക് നൽകും എന്നത് ഒരു വലിയ ചോദ്യമാണ്. അത് തനിക്ക് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ വി കെ ശ്രീകണ്ഠൻ നടത്തി എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശ്രീകണ്ഠൻ്റെ വിജയത്തിലേക്ക് കലാശിക്കും എന്ന് കരുതുന്നവരുണ്ട്. അതേസമയം BJP-ക്കും CPM-നും ഒക്കെ ശക്തമായ ഒരു സാധ്യത കൽപ്പിക്കുന്നവരും പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ട്. ഏതായാലും 3 വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വളരെ അവർക്ക് പ്രതീക്ഷകളുള്ള ഒരു മണ്ഡലമാണ്.